ഹായ്, അമലു സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയറ് കുറയ്ക്കണോ? എങ്കിൽ പോരേട്ടാ, വെറും 10 മിനിറ്റ് ചെയ്താൽ മതി. ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടും. ഒരു മാസം ഒന്നും ആവണ്ട, 3 ആഴ്ച ആകുമ്പോഴത്തേനും നമുക്ക് റിസൾട്ട് കിട്ടും. എങ്ങനെയാണെന്നല്ലേ, നമ്മളുടെ വീട്ടിലിരുന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറും 5 എക്സസൈസാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് യോഗയായിട്ട് ചെയ്യാം. അതല്ല, ശ്വാസം എടുത്ത്, തുടക്കക്കാരാണെങ്കിൽ ശ്വാസം എടുത്ത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ശ്വാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ എക്സസൈസ് ഫോളോ ചെയ്യാം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എക്സസൈസാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വയറ് മുമ്പ് കുറച്ചതും അങ്ങനെ തന്നെയാണ്. ഞാൻ മുമ്പ് കുറച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ എക്സസൈസിലേക്ക് തുടങ്ങാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പ്രാണായാമം മെഡിറ്റേഷനൊക്കെ എടുത്തിട്ട് ഉറച്ച മനസ്സോടെ ആത്മവിശ്വാസത്തോടെ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് കാലുകൾ നിവർത്തി മലർന്ന് കിടക്കുക. അതിനുശേഷം കാലുകൾ ഇതേപോലെ മടക്കി കുത്തി നിർത്തിയിട്ട് ഇടുപ്പ് പൊന്തിച്ചു കൊടുക്കുക. ഈ ടൈമിൽ നമ്മളുടെ വയറ് നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. കൈകൾ താഴെ പതിച്ചു വെക്കുക. എത്ര സമയം നമുക്ക് ഇതേപോലെ ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുമോ അത്രയും സമയം ശ്വാസം എടുത്തുകൊണ്ട് നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരിക. എഗെയിൻ ഇത് ഒരു 30 സെക്കൻഡ്സ് ചെയ്യുക. മോർണിംഗ് ഒരു 30 സെക്കൻഡ്സും ഈവനിങ് ഒരു 30 സെക്കൻഡ്സും അങ്ങനെ 2 ടൈമായിട്ട് ഇത് ചെയ്യുക. ഒറ്റ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പുതുതായി ചെയ്തു തുടങ്ങുന്നവർക്ക് 10 സെക്കൻഡിൽ തുടങ്ങി കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഇടുപ്പ് വേദന ഉണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കും കേട്ടോ. ഞാൻ കാണിക്കുന്ന 5 എക്സസൈസുകളും ഓരോ മിനിറ്റ് വീതം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് 3 ആഴ്ച ആവണ്ട, അതിന് മുമ്പ് റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസിലേക്ക് കിടക്കാം. നൗകാസനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഇതേപോലെ ആദ്യം ഒന്ന് കൈകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. കാലുകളെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആംഗിളിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കൈ വിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാൽമുട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാലുകളെ നിർത്തിക്കൊണ്ട് ഈ ഒരു പൊസിഷനിൽ കിടക്കാവുന്നതാണ്. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ പൊസിഷനിലേക്ക് വരിക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഇതേ പൊസിഷനിൽ നിൽക്കുക. ഇനി നിങ്ങൾക്ക് ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നോർമൽ ശ്വാസത്തിൽ ചെയ്താൽ മതി. നമ്മൾ ശ്വാസം എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ശ്വാസം എടുത്തിട്ട് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ഈ ഓരോ എക്സസൈസിലും വയറൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഇങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ട് എക്സസൈസ് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വയറിൻ്റെ ആ ലൂസണിങ് ഒക്കെ പോയിട്ട് നല്ല ടൈറ്റായിട്ട് വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ മലർന്ന് കിടന്നുകൊണ്ട് കൈകൾ 2 സൈഡിലും പതിച്ചു വെച്ചുകൊണ്ട് സൈക്കിൾ ചവിട്ടാം. കുറച്ച് സമയം ഫ്രണ്ടിലോട്ട് ചവിട്ടി കഴിഞ്ഞാൽ കുറച്ച് സമയം ബാക്കിലോട്ട് ചവിട്ടുക. അത് നമ്മളുടെ കഴിവിനനുസരിച്ച് എപ്പോഴാണ് നമുക്ക് റിലാക്സ് ചെയ്യാൻ തോന്നുന്നോ ആ സമയത്ത് ഒരു 10 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ കാലുകളൊക്കെ നന്നായി കഴയ്ക്കാൻ തുടങ്ങും കേട്ടോ. അതേപോലെ തന്നെ ഒപ്പം നമ്മളെ വയറും ടൈറ്റ് ചെയ്ത് പിടിക്കാൻ മറക്കരുതേ. ഇതൊക്കെ നമ്മുടെ വയറ് കുറയാനേ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകളാണ് കേട്ടോ. ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആവും കേട്ടോ, എല്ലാ എക്സസൈസ് ചെയ്യാനും. അപ്പം നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ഈ 10 മിനിറ്റ് എന്നുള്ളത് നമുക്ക് 8-7 മിനിറ്റ് ആക്കി കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ നിവർന്ന് കിടന്നുകൊണ്ട് ഇതേപോലെ കൈകൾ കൊണ്ടുവന്ന് കാലിൽ മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കിടക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദങ്ങളിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വയറിലേക്ക് നല്ല സ്ട്രെസ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ ഫാറ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ വയറുകളൊക്കെ ടൈറ്റായി ആ സ്കിന്നുകളൊക്കെ ചുരുങ്ങി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 സെക്കൻഡ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും കേട്ടോ. ഇനി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. കാരണം ആ ഒരു റിസൾട്ട് നമ്മളുടെ ബോഡിയിൽ വരാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇനി ലാസ്റ്റ് എക്സസൈസാണ്. ഇതേപോലെ കാൽപാദങ്ങളിൽ കൈ മുട്ട് തുടങ്ങിയിട്ടുള്ള റിസ്റ്റ് വരെയുള്ള ഭാഗത്താണ് നമ്മളുടെ ബോഡിക്ക് വെയിറ്റ് കൊടുക്കുന്നത്. ബാക്കി ഭാഗം നമ്മൾ ബോഡിയെ ഉയർത്തി പിടിക്കുകയാണ്. നമ്മളുടെ വയറ് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം നിൽക്കാൻ പറ്റും അത്ര സമയം നിന്നതിന് ശേഷം റിലാക്സ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട്
എത്ര ഫാറ്റ് കൂടിയ വയറും, അതായത് മടങ്ങി മടങ്ങി കിടക്കുന്ന ചില ആളുകളുടെ വയറ് കണ്ടിട്ടില്ലേ, അതേപോലെയുള്ള വയറ് പോലും നമുക്ക് ഇതേപോലെ ഓരോ എക്സസൈസിലും വയറ് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഓരോ മിനിറ്റും ഈ എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചുരുങ്ങി ചുരുങ്ങി ടൈറ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. വളരെ റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഇതേപോലെ വയറ് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് വയറ് നല്ലൊരു സ്ട്രെസ്സിങ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായി എക്സസൈസുകൾ ചെയ്യുക, ഗുഡ് റിസൾട്ട് നിങ്ങൾ സ്വായത്തമാക്കുക. ഇതിലെ 5 എക്സസൈസിലും വയറിന് സ്ട്രെസ്സിങ് വരുന്ന എക്സസൈസുകളാണ്. അതുകൊണ്ടാണ് ഗുഡ് റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറഞ്ഞത്. ഓരോ എക്സസൈസും കറക്റ്റായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ എല്ലാവരും. ഞാൻ 1 മാസം എന്ന് പറഞ്ഞത് സ്റ്റാർട്ടിങ് എല്ലാവർക്കും 30 സെക്കൻഡ്സ്, അതായത് നമ്മൾ ഒരു ദിവസം 1 മിനിറ്റാണ് ഈ ഓരോ എക്സസൈസും ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് 1 മിനിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സ്റ്റാർട്ടിങ് ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ 1 വീക്ക് ഒന്ന് അത് മാനേജ് ചെയ്ത് പോവുക. അതിന് ശേഷം നമുക്ക് അത് കൂട്ടിക്കൊണ്ടുവരാം. കറക്റ്റായിട്ട് 1 മിനിറ്റ് ഓരോ എക്സസൈസും ചെയ്യുന്നവർക്ക് 1 മാസം ആവണ്ട, 3 ആഴ്ച ആവുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിച്ചറിയാം. അതെല്ലാം സ്ലോലി, അതായത് സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർക്കാണ് നമ്മൾ 1 മാസം പറയുന്നത്. അപ്പോൾ എക്സസൈസ്, യോഗ, വർക്കൗട്ടുകൾ ഒക്കെ സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് 1 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ആഴ്ച ആവുന്നതിന് മുമ്പേ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ല എക്സസൈസുകളാണ്. അപ്പോൾ എല്ലാവരും ഈ എക്സസൈസുകൾ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.